2026 നടക്കുന്ന ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ പാറശാല നിയോജകമണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ പറയുന്നത്. പാറശാല നിയോജകമണ്ഡലത്തിലെ ഇപ്പം ജയിക്കാൻ 100% സാധ്യത ഉള്ളത് പിന്നെ നെയ്യാറ്റിൻകര സനലാണ്. അതുപോലെ തന്നെ ഇങ്ങനെ മൊത്തം 4 നിയോജകമണ്ഡലങ്ങൾ, 1 നെയ്യാറ്റിൻകര, 2 പാറശാല, 3 കാട്ടാക്കട, 4 അരുവിക്കര. ഈ 4 നിയോജകമണ്ഡലങ്ങളിലും കോൺഗ്രസിന് വളരെ വലിയ വിജയസാധ്യതയുള്ള നിയോജകമണ്ഡലങ്ങളാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനമായി പിന്നെ പാറശാല, അതായത് ഇടതുപക്ഷത്തിന് വളരെ ജയിക്കാൻ സാധ്യതയുണ്ട്. അവർ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറയുന്ന ഈ നിയോജകമണ്ഡലത്തിൽ ശ്രീ നെയ്യാറ്റിൻകര സനലാണ് അന്തിമമായി വിജയിക്കാൻ പോകുന്നത്. കാരണം അതിനകത്ത് ഒരുപാട് ഘടകങ്ങൾ ഇപ്പം നെയ്യാറ്റിൻകര സനലിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു വിലയിരുത്തൽ വന്നത്. അതുപോലെ തന്നെ ശക്തനും നെയ്യാറ്റിൻകരയിലും ജയിക്കും. ശക്തൻ നെയ്യാറ്റിൻകര ജയിക്കും. MR ബൈജു കാട്ടാക്കട, അരുവിക്കരയിൽ നമ്മുടെ മുൻ മന്ത്രി VS ശിവകുമാർ, ഇങ്ങനെ 4 നിയോജകമണ്ഡലങ്ങളെ 4 സ്ഥാനാർത്ഥിയും ഈ മലയോര മേഖലയിൽ, കടലോര മലയോര മേഖലയിൽ നിന്ന് ഈ 4 പേരും ജയിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്.